വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ആപ്പാഞ്ചിറ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ഒരു കുടുംബത്തിലെ 3 പേർ ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക സൂചനകൾ ലഭിച്ചു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയതെന്നാണ് ആദ്യ സൂചനകൾ ലഭിക്കുന്നത്. വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി ചിറ്റേഴത്ത് രജിമോൾ, മക്കളായ രജിമോൾ 14, രജിൻ എന്നിവരാണ് വെള്ളിയാഴ്ച വൈകിട്ട് ആപ്പാഞ്ചിറയിൽ ട്രെയിനിടിച്ച് കൊല്ലപ്പെട്ടത്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് രജിമോളുടെ ഭർത്താവ് പെയിന്റിംഗ് തൊഴിലാളിയായ രാജുവിനെ കടുത്തുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയായ രാജു ഭാര്യയും മക്കളുമായി നിത്യേന വീട്ടിൽ വഴക്കിടാറുണ്ടെന്നും സംശയത്തിന്റെ പേരിൽ ഭാര്യയെയും മക്കളെയും മർദ്ദിക്കാറുണ്ടെന്നും അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പകലും രാജു ഭാര്യ രജിതയുമായി വഴക്കിട്ടിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളായ മക്കളിരുവരും സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഇരുവരെയും കൂട്ടി രജിമോൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. 10ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികൾ മാത്രമാണ് ദമ്പതികൾക്കുള്ളത്. അരയൻകാവിലുള്ള സ്വന്തം വീട്ടിലെത്തി വസ്തുവിന്റെ വിഹിതം ആവശ്യപ്പെട്ട് വീട്ടുകാരോടും രജിത വഴക്കിട്ടിരുന്നു. മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് വിഹിതം നൽകാമെന്ന് വീട്ടുകാർ അറിയിച്ചതോടെ ഇവിടെ നിന്നും മടങ്ങുകയായിരുന്നു. തുടർന്ന് രജിമോൾ കുട്ടികളുമായി ആപ്പാഞ്ചിറയിലെത്തി ആത്മഹത്യ ചെയ്യുകയാണുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. രാത്രി വൈകിയും ഭാര്യയും മക്കളെയും കാണാതായതിനെ തുടർന്ന് രാജു അരയൻകാവിലെ വീട്ടിൽ വിളിച്ച് വിവരം അന്വേഷിച്ചിരുന്നു. രജിതയും മക്കളും ഇവിടെ വന്നിരുന്നുവെന്നും പിന്നീട് മടങ്ങിപ്പോയെന്നും വീട്ടുകാരറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഭാര്യയും കുട്ടികളെയും കാണാനില്ലെന്ന് പറഞ്ഞ് വൈക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയത്. ഇവിടെ വെച്ചാണ് കടുത്തുരുത്തി സ്റ്റേഷൻ പരിധിയിൽ അപകടമുണ്ടായിട്ടുണ്ടെന്നും അവിടെ ചെല്ലുവാനും വൈക്കം പോലീസ് ബന്ധുക്കളെ അറിയിച്ചത്. ഭർത്താവ് രാജു അറിയാതെ രജിമോൾ ബാങ്കിൽ സ്വർണ്ണപ്പണയം വെച്ചിരുന്നുവെന്നും ഇത് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസം വഴക്കിട്ടിരുന്നു. വെള്ളാശ്ശേരി പെരുമന രാജു ട്രെയിനിടിച്ചുള്ള അപകടം നേരിട്ട് കണ്ടുവെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂലിപ്പണിക്കാരനായ രാജു കടുത്തുരുത്തിയിൽ പോയി വീട്ടുസാധനവും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് മൂവരും റെയിൽവേ ട്രാക്കിലൂടെ നടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന വേണാട് എക്സ്പ്രസ് കടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട രാജു ട്രെയിൻ വരുന്നുണ്ടെന്നും ട്രാക്കിൽ നിന്നും ഇവരോട് മാറുവാനും അലറി വിളിച്ചു പറഞ്ഞുവെങ്കിലും ട്രാക്കിൽ നിന്ന് മൂവരും മാറാൻ തയ്യാറായില്ല എന്ന് രാജു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ട്രാക്കിലൂടെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആൺകുട്ടിയുടെ കയ്യിൽ മുതിർന്ന സ്ത്രീ പിടിച്ചിരുന്നുവെന്നും പെൺകുട്ടി ഇവരുടെ പിറകിലാണ് നടന്നു വന്നതെന്നും രാജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ട്രെയിനിന്റെ ഡ്രൈവർ പലതവണ ഹോൺ മുഴക്കിയെങ്കിലും ഇത് കേട്ടിട്ടും മൂവരുടെ ട്രാക്കിലൂടെ തന്നെ നടക്കുകയായിരുന്നുവെന്നും രാജു വെളിപ്പെടുത്തുന്നു. അപകടത്തെ തുടർന്ന് പാലാ ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫൻ, കടുത്തുരുത്തി CI വി രാജീവ്, കടുത്തുരുത്തി വെള്ളൂർ SIമാരായ MS ഷാജഹാൻ, ലിജോ ജോസഫ് എന്നിവർ സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കോട്ടയം എറണാകുളം റൂട്ടിലെ ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറിലേറെ തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു.